എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്യുമെന്ററി പ്രദർശനവും സംവാദവും സംഘടിപ്പിച്ചു. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. സാഹിത്യ സംവാദങ്ങളും ഡോക്യുമെന്ററികളും പുത്തൻ തലമുറയ്ക്ക് കൂടി പരിചിതമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് റിപ്പബ്ലിക് ദിന സദസ്സിന്റെ ഭാഗമായി എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. കലാരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ പ്രമുഖ അധ്യാപകൻ കൂടിയായ സുരേഷ് അന്നൂരിന്റെ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. അതിലേക്ക് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തത് എൻ്റെ ഏറെ പ്രിയപ്പെട്ട മുരളിയേട്ടനാണ്. മുരളിയേട്ടൻ ഇവിടെ മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉള്ള ഇവിടുത്തുകാരനാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മളെ നാട്ടുകാരനാണ്. മുരളിയേട്ടനാണ് ഇതിലേക്ക് ആദ്യമായിട്ട് എന്നെ ക്ഷണിക്കുന്നത്. പിന്നെ മാഷും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഈ ഒരു ഷോർട്ട് ഫിലിം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇവിടുത്തെ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും പ്രദർശിപ്പിക്കുവാൻ നിങ്ങൾ എത്തിക്കുവാൻ സന്തോഷം. ഇത്രയും ഈ ആളുകൾ സന്തോഷമാണ്. അതെല്ലാവരിലേക്കും കൃത്യം എത്തുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കിയ ഒരാളെന്നുള്ള നിലയിൽ ഏറെ സന്തോഷം നൽകുന്നത്. എന്തായാലും എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെയും എല്ലാ ആശംസകളും ഇവിടെയാണ്. നാട്ടിടവഴികൾക്കൊപ്പം മറയുന്ന കേളിപാത്രം, മദർ ലീഫ്, വെയിൽപൂവ് എന്നീ ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ചടങ്ങിൽ വായനശാല സെക്രട്ടറി ടി കെ തമ്പാൻ സ്വാഗതം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് എം കെ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സി പി അജയൻ, കെ കെ കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് വേരുകൾ തേടിയെന്നാണ്. അപ്പം ഇപ്പം പ്രദർശിപ്പിച്ച 3 ചിത്രങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശയവും അതുമായിട്ട് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് തന്നെ ഇപ്പം മദർ ലീഫിനകത്ത് ഉണ്ടായിരുന്ന ആ മുത്തശ്ശിയായിട്ടുള്ള ആ കഥാപാത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യജിത്രയും പഞ്ചാബ് സിനിമയിലെ തിഷി എന്ന ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.